നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നത്തെ എക്സാം വളരെ ഈസി ആയിരുന്നു. ഞാൻ പ്രതീക്ഷയിലും ഞാൻ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങളാണ് കൂടുതലും വന്നത്. നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. അല്ല, നിനക്കെന്തൊരു മൂഡ് ഓഫ്? എനിക്ക് ചില ചോദ്യങ്ങൾ ടഫായിരുന്നു. എന്താണെന്ന് അറിയില്ല, ആകെ ഒരു കൺഫ്യൂഷൻ. വർഷയെ പോലൊരു പഠിപ്പിസ്റ്റ് ഇങ്ങനെ പറയുന്നത് വളരെ കഷ്ടമാണ്. നിന്റെ കോൺസെൻട്രേഷൻ പല കാര്യങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതൊരു നല്ല കാര്യമല്ല വർഷ. ഹലോ വർഷ. ഹലോ. ഞങ്ങള് വർഷയെ തേടി നടക്കായിരുന്നു. ഞങ്ങൾക്ക് പ്രോഡക്റ്റ് വേണം. ശ്യാമേ, ഞാൻ ഇപ്പൊ വരാം. വരൂ. ക്യാഷ് പേ ചെയ്യാം. കോളേജിനകത്ത് ഈ മെഡിസിൻ ഒക്കെ തരണമെന്ന് പറഞ്ഞാ അത് കുറച്ച് ബുദ്ധിമുട്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വന്നാ മതി. കോളേജിനകത്ത് വെച്ച് തന്നെ ഡീൽ നടത്തണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. ഞങ്ങൾക്കിതേ ഈ മെഡിസിൻ ഒന്ന് കിട്ടിയാൽ മാത്രം മതി. ചില പുണ്യാളന്മാർക്കൊക്കെ മുറിവുറുപ്പുണ്ടെന്ന് അറിയാം. വർഷ അതൊന്നും കാര്യമാക്കണ്ട. വർഷയ്ക്ക് വേണ്ട സെക്യൂരിറ്റി ഏർപ്പാടുകളെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കും. ഈ മെഡിസിനൊക്കെ എന്ത് സെക്യൂരിറ്റി? അതൊന്നും ഇപ്പൊ വർഷ അറിയണ്ട. ഞങ്ങൾക്ക് ഈ മെഡിസിൻ എത്തിച്ചു തന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. എടാ, കൂടുതൽ ബഹുമാനമൊന്നും വേണ്ട, ഇരിക്കും. പക്ഷേ കോളേജിൽ എക്സാം നടക്കുന്ന സമയത്ത് ഈ കച്ചവടം മോശമല്ലേ? നീ വിചാരിച്ച നല്ല ശമ്പളത്തിലൊരു ജോലി കിട്ടുമല്ലോ. പിന്നെന്തിനാ ഈ ചീപ്പ് പണിയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ എന്റെ പേരിൽ എന്റെ ഭർത്താവ് തുടങ്ങാൻ പോകുന്ന ബിസിനസിന്റെ ഭാഗമാണ്. മറ്റു ഭർത്താക്കന്മാരെ പോലെ ഭാര്യയെ വീട്ടിൽ തളച്ചിടുന്നവനല്ല എന്റെ ഹസ്ബൻഡ്. മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കാതെ സ്വന്തം നിലയ്ക്ക് ഞാനൊരു മുതലാളിയാവണം. അതാ പുള്ളിക്കാരന്റെ ആഗ്രഹം. അതിനുള്ള ട്രെയിനിങ് ആയി കച്ചവടമൊക്കെ. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇവളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എന്താ ഒരു മാർഗം? ശ്യാമേ, നീ നാളത്തെ സബ്ജക്ട് മുഴുവൻ പഠിച്ചോ? ഒരുവിധം. എനിക്ക് ചില ഡൗട്ടുണ്ട്, നീ അതൊന്ന് ക്ലിയർ ചെയ്ത് തരണം. നമുക്ക് ലൈബ്രറിയിലേക്ക് പോവാം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.